ഗ്രീൻ ടീ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലിപ് സ്ക്രബാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ചുണ്ടിന്റെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഈ ഒരു ലിപ് സ്ക്രബ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിന് ഈ ഒരു ലിപ് സ്ക്രബ് തയ്യാറാക്കുക എന്നും ഗ്രീൻ ടീ കൂടാതെ മറ്റെന്തെല്ലാം ചേരുവകളാണ് ഈ ഒരു ലിപ് സ്ക്രബിന് വേണ്ടിയിട്ടുള്ളതെന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഗ്രീൻ ടീ, തേൻ, പഞ്ചസാര, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്നിവയാണ് ആവശ്യമുള്ളത്. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ഒന്നുകൂടെ പൊടിച്ച് ചെറിയ തരികളാക്കി എടുക്കാം. അപ്പൊ ഞാനിത് പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമ്മുടെ ചുണ്ടിലെ ഡെഡ് സെൽസ് ഒക്കെ നീക്കം ചെയ്യാനും ചുണ്ടിനെ ഈർപ്പമുള്ളതും മൃദുവുമാക്കാനും സഹായിക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ടീ ബാഗ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു ഗ്രീൻ ടീ ബാഗ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഗ്രീൻ ടീ ബാഗ് പൊട്ടിച്ചിടാനായിട്ട് പോകുന്നത്. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഗ്രീൻ ടീ ഒന്ന് ചെറുതായിട്ട് കുതിർന്ന് കിട്ടും. ഗ്രീൻ ടീയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. ചുണ്ടിനെ ഈർപ്പമുള്ളതാക്കാനൊക്കെ ആയിട്ട് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീയും പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ അകത്തുള്ള എണ്ണയാണ്. അപ്പോൾ ആ ഓയിൽ കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ചുണ്ട് കൂടുതൽ സോഫ്റ്റ് ആകുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ അത് ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. ഒരു 1/4 ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു നേരത്തെ ഉപയോഗത്തിനുള്ളതായിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. തേൻ ചേർക്കുമ്പോൾ തേൻ ചുണ്ടിനെ ഒരുപാട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചുണ്ട് പൊട്ടി ഇൻഫെക്ഷൻസ് ഉണ്ടാകാതെ തടയാനും തേൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ തേനും ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും ആവരുത്. ആവശ്യത്തിനുള്ള പാകത്തിന് കിട്ടണം. നമ്മളിതിനകത്ത് 1/4 ടീസ്പൂൺ തേനും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മാത്രമാണ് കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഗ്രീൻ ടീ ഒന്ന് കുതിർത്തി എടുത്തത് കൊണ്ട് ആ ഒരു പാകത്തിനായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. എല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുണ്ടിൽ പുരട്ടി നോക്കാം. ഇവിടെ ചുണ്ട് അല്പം ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല അല്പം ഡ്രൈയുമാണ്. ഇത് അല്പം വിരലിൽ എടുത്ത് പുരട്ടി കൊടുക്കാം ഇങ്ങനെ ചുണ്ടില്. നന്നായി പുരട്ടിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് ചുണ്ടിൽ തന്നെ വെക്കുക. 2 മിനിറ്റിന് ശേഷം വിരൽ ഉപയോഗിച്ച് ഇത് ചുണ്ടിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് പ്രഷർ കൊടുത്ത് സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും. 2 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുടച്ചു മാറ്റാം. ചുണ്ടിലെ ഡെഡ് സെൽസ് ഒക്കെ മാറി ചുണ്ട് സോഫ്റ്റും ഈർപ്പമുള്ളതും ഒക്കെ ആകാനായിട്ട് ഈ ഒരു സ്ക്രബ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ചുണ്ടിന്റെ നഷ്ടപ്പെട്ട നിറം വീണ്ടെടുക്കാനും ഈ ഒരു ഗ്രീൻ ടീ സ്ക്രബ് സഹായിക്കും. അപ്പൊ നിങ്ങളും ചുണ്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ലിപ് സ്ക്രബ് ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ല ഒരു ലിപ് സ്ക്രബാണിത്. ചുണ്ടിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ചുണ്ടിലെ ഡെഡ് സെൽസ് ഒക്കെ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ലിപ് സ്ക്രബാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. നിങ്ങളും വീട്ടിലിത് തയ്യാറാക്കി നോക്കുക. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ലിപ് സ്ക്രബാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.